ഇതൊരു ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു മിനി കേക്കാണ്, അതായത് കുഞ്ഞു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു മുട്ടയും 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും 1/4 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് വെക്കുക. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് മെഷർ ചെയ്തതാണ്. മുട്ട ഇനി ഈ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ബീറ്റർ ഓൺ ആക്കിയാൽ മതി, അല്ലേ അതെല്ലാം പറന്നു പോകും. അപ്പോൾ ഇങ്ങനെ 4 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ ഉപയോഗിക്കാം. ഇനി ബീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഓവർ മിക്സ് ആവരുത്, അപ്പോൾ പതഞ്ഞ് വന്ന മുട്ടയൊക്കെ അങ്ങ് താന്നു പോകും. ഇത് പയ്യെ വേണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഈ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു 10 സെക്കൻഡോളം. അപ്പോൾ ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി, ഓവർ മിക്സ് ചെയ്യേണ്ട. ആദ്യമേ തന്നെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കുക, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതെവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 4.5 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോകും. എന്നിട്ടൊരു നല്ലപോലെ ഒരു 10-15 തവണ ടാപ്പ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒരു 45 മിനിറ്റ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് ആയപ്പോൾ നോക്കിയായിരുന്നു, അപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ തണുത്തു. ഇപ്പോൾ സൈഡിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ തുറക്കാൻ നോക്കിയ സമയത്ത് അതൊന്ന് ഇങ്ങനെ വിണ്ട് വരുന്ന പോലെ ആകുമായിരുന്നു കേക്ക്. എന്നിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ടിത് തുറന്നെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് തുറന്നെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ മിനി കേക്കാണ്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയർ ആയിട്ടാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതുപോലെ തന്നെ അടുത്ത 2 ലെയറും കട്ട് ചെയ്യാം. അപ്പോൾ 3 ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഐസിങ്ങിനുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും ബട്ടർസ്കോച്ച് എസൻസും 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ ഷുഗർ സിറപ്പാണ്. 1/4 കപ്പ് വെള്ളവും 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. അത്യാവശ്യം കട്ടിക്ക് ക്രീം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളക്കം വെക്കാം ബട്ടർസ്കോച്ച് സോസ് ആണ്, അതായത് നമ്മളുടെ കാരമൽ സോസ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പ്രലൈൻ ആണ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ലെയർ വെക്കുന്ന സമയത്ത് ആ ലെയർ പൊങ്ങി നിൽക്കും. അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പയ്യെ. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ ആണ് ഏറ്റവും താഴെ വെച്ചിരിക്കുന്നത്. ഈ മിഡിൽ ലെയർ തന്നെയാണ് ഈ മിഡിൽ ലെയർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ ബട്ടർസ്കോച്ച് സോസും പ്രലൈനും കൂടി വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയർ ആണ് ഇപ്പോൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ക്രം കോട്ട് ചെയ്ത് വെച്ച് തണുപ്പിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഐസിങ് ചെയ്യുകയാണ്. കാരണം നല്ല തിക്കായിട്ട് തന്നെ സൈഡ്സിലൊക്കെ
ക്രീം തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്ക്രൈപ്പർ കൊണ്ട് ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. കേക്ക് കോമ്പാണ്. ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇന്ന് ഇതിൽ ചെയ്യുന്നത്. ഇനി ഇത് ഒരു മണിക്കൂർ തണുക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തണുത്ത് കിട്ടും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ആണ് ഒഴിക്കുന്നത്. അതിനായിട്ട് നടുക്കൊരു ഗ്ലാസ്സോ ബൗളോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് കേക്ക് അല്ലേ, അതുകൊണ്ട് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒരുമിച്ച് മെൽറ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ് അങ്ങ് എടുത്ത് മാറ്റാം. കണ്ടോ? അപ്പോൾ ഇനി ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ആവാൻ 1/2 മണിക്കൂർ തണുപ്പിക്കും. ഇനി ഞാൻ ഒരു നോസിലിട്ടിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ആ സെൻറ്ററിൽ ആ സ്പേസ് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. താഴെയും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതാ തണുപ്പിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് ഓരോ ലെയറും കാണാം. നല്ല സോഫ്റ്റ്, അടിപൊളി ടേസ്റ്റിലൊരു കേക്കാണ് ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.